ഹലോ, ലെറ്റ് സ്റ്റഡി ടുഗദർ കേരള PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്, ഭരണഘടനാ നിർമ്മാണ സഭ. അതിന് മറ്റൊരു പേരാണ് പ്രതിനിധി സഭ. ഇംഗ്ലീഷിൽ അതിന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയും. ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഭരണഘടന. ആദ്യമായിട്ട് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന് പറഞ്ഞത് MN റോയിയാണ്. ദ ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ് MN റോയി ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന് പറഞ്ഞത്. ഭരണഘടന വേണം എന്ന് ആവശ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭ. അങ്ങനെ ഭരണഘടന നിർമ്മിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഭരണഘടന നിർമ്മിക്കണം എന്ന് ആവശ്യപ്പെട്ട INC സമ്മേളനം, അതിൻ്റെ ആശയം കൊണ്ടുവന്ന INC സമ്മേളനം 1935 ബോംബെ സമ്മേളനമാണ്. അന്നത്തെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇനി ഔദ്യോഗികമായി ഇത് കൊണ്ടുവന്ന INC സമ്മേളനം 1937 ഫയസ്പൂർ സമ്മേളനമാണ്. അന്ന് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. ഇപ്പം രണ്ടും തമ്മിൽ തിരിഞ്ഞു പോവരുത്. ഒന്ന് ആശയം കൊണ്ടുവന്നതും ഒന്ന് ഔദ്യോഗികമായി കൊണ്ടുവന്നതും. രണ്ടും കൂടി തിരിഞ്ഞു പോകാൻ പാടില്ല, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് 1946 ഡിസംബർ 6-നാണ്. ഇതിൻ്റെ ആദ്യ യോഗം ചേർന്നത് പിന്നെയും 3 ദിവസം കഴിഞ്ഞാണ്, 1946 ഡിസംബർ 9-ന്. അന്ന് പങ്കെടുത്തത് 207 പേരാണ്. 9 വനിതകളാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തത്. അപ്പോൾ ഇത് ഒരിക്കലും തിരിഞ്ഞു പോകാൻ പാടില്ല. ആദ്യ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണമാണ് 207, പങ്കെടുത്ത വനിതകളുടെ എണ്ണമാണ് 9. തിരിഞ്ഞു പോകാൻ പാടില്ല എന്ന് പറയുന്നതിന് കാര്യം, ഇനി നമ്മൾ വേറെ അതിൽ അംഗങ്ങളുടെ കാര്യം പഠിക്കും. അപ്പോൾ അതും ഇതുമായിട്ട് തിരിഞ്ഞു പോകരുത്. ഇത് ആ യോഗത്തിൽ പങ്കെടുത്തവരുടെ എണ്ണവും യോഗത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണവുമാണ്. ആദ്യമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് 1946 ഡിസംബർ 11-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായിരുന്നു HC മുഖർജി. ലക്ഷ്യപ്രഖ്യാപന പ്രമേയം. 1946 ഡിസംബർ 13-ന് ജവഹർലാൽ നെഹ്റുവാണ് ലക്ഷ്യപ്രഖ്യാപന പ്രമേയം കൊണ്ടുവന്നത്. ഇത് അംഗീകരിച്ചത് 1947 ജനുവരി 22-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 208 സീറ്റും മുസ്ലിം ലീഗ് 73 സീറ്റും സ്വതന്ത്രർ 15 സീറ്റും നേടുകയുണ്ടായി. ആകെ അംഗങ്ങൾ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അപ്പോൾ ആ തിരഞ്ഞെടുത്ത ആകെ അംഗങ്ങളുടെ എണ്ണം 389 ആണ്. മറക്കരുത്, 389 അംഗങ്ങൾ. 389 അംഗങ്ങളാണ് ആകെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞില്ലേ. ഇനി നമുക്കതിൻ്റെ കണക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഈ 389-ൽ കുറേ പേര് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് വരുന്നവരുണ്ട്, കുറേ പേര് പ്രിൻസിലി സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്നവരും ഉണ്ട്. അതിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് 296 അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു, പ്രിൻസിലി സ്റ്റേറ്റ്സിൽ നിന്ന് 93 അംഗങ്ങളും. അപ്പം രണ്ടും കൂടി എത്രയായി? 296 93 കൂടി കൂട്ടുമ്പോൾ 389. ഇനി വേറൊരു കണക്കാണ്. 296 പേര് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഗവർണർമാർ ഭരിക്കുന്ന പ്രവിശ്യകളുമുണ്ട്, ചീഫ് കമ്മീഷണർമാർ ഭരിക്കുന്ന പ്രവിശ്യകളുമുണ്ട്. അപ്പോൾ ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് 292 പേരും ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് 4 പേരുമായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ 292 4 296. മനസ്സിലായില്ലേ? 296, അതായത് 296 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ. പിന്നെ ഉള്ളത് പ്രിൻസിലി സ്റ്റേറ്റ്സ് 93.
അപ്പോൾ എല്ലാം കൂടി എത്രയായി? 389. ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു? 17 പേർ. 17 വനിതാ അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മറക്കരുത്, 17 വനിതാ അംഗങ്ങൾ. എത്ര മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു? 17. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാലും എത്ര വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാലും ഉത്തരം എന്ത് തന്നെയാണ്? 17. അതിൽ 3 പേർ മലയാളി വനിതകളാണ്. അതാരൊക്കെയാണ്? ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഇതിൽ ആനി മസ്ക്രീൻ തിരുവിതാംകൂറിനെയും അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസിനെയും പ്രതിനിധാനം ചെയ്യുന്നു. ഇനി ഇന്ത്യ വിഭജനത്തിനു ശേഷം, അപ്പോൾ ഇന്ത്യ വിഭജിച്ചപ്പോഴത്തേക്കും കുറേ പേര് പാകിസ്ഥാനിലോട്ട് പോയി. പിന്നെ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കണക്കാണ്. അപ്പോൾ നേരത്തെ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങൾ 389 ആയിരുന്നു. പിന്നീട് അത് 299 പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം 299 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നേരത്തെ 296 പേരുണ്ടായിരുന്നത് 229 പേരായി ചുരുങ്ങി. പ്രിൻസിലി സ്റ്റേറ്റ്സിൽ മുൻപ് 93 ഉണ്ടായിരുന്നത് 70 പേരായിട്ട് ചുരുങ്ങി. അപ്പോൾ 229ഉം 70ഉം എത്രയായി? 299. അതാണ് ടോട്ടൽ അംഗങ്ങൾ. എങ്ങനെ? ഇന്ത്യ വിഭജനത്തിന് ശേഷം. വനിതാ അംഗങ്ങൾ എത്രയായി? 15. നേരത്തെ വനിതാ അംഗങ്ങൾ 17 ആയിരുന്നു. ഇപ്പോൾ വനിതാ അംഗങ്ങൾ, അതായത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം എത്രയായി? 15. ഭരണഘടനാ നിർമ്മാണ സമിതി സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതി ആയത് 1947 ആഗസ്റ്റ് 15-നാണ്. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം തന്നെയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതിയായി മാറിയത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു ഫ്രാങ്ക് ആന്റണി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആരായിരുന്നു? SN മുഖർജി. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിച്ചത് ഒരേ ദിവസമാണ്, 1950 ജനുവരി 24-ന്. ദേശീയ മുദ്രയെ അംഗീകരിച്ചത് നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക്കായ ഡേ ആണ്, 1950 ജനുവരി 26-ന്. ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചത് 1957 മാർച്ച് 22-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവ് BN റാവു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഭരണഘടന എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നത് MN റോയ് ആണ്. ഇതാരാണ്? BN റാവു, നിയമ ഉപദേഷ്ടാവ്. അപ്പം നിയമ ഉപദേഷ്ടാവ് BN റാവു എന്നുള്ള കാര്യം മറക്കരുത്. ഭരണഘടന എന്ന ആശയം കൊണ്ടുവന്നത് MN റോയ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.